ആകാശഗംഗയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശനിദോഷത്തിൻ്റെ കഠിനമായ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ. എന്നാൽ വരാനിരിക്കുന്ന 2026 മുതൽ 2030 വരെയുള്ള 5 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വ്യാഴം, ശനി, രാഹുകേതു എന്നീ പ്രമുഖ ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ, സാമ്പത്തികത്തെ, അതുപോലെ കുടുംബജീവിതത്തെ, ആരോഗ്യത്തെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കും? മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർക്കായിട്ട് 2026 മുതൽ 2030 വരെയുള്ള 5 വർഷത്തെ അതീവ കൃത്യതയോടെയുള്ള ഒരു ഫലപ്രവചനമാണ് നടത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഈ 5 വർഷത്തെ ഫലങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പ്രധാന ഗ്രഹങ്ങളുടെ ഈ കാലയളവിലെ സഞ്ചാരവും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. 2027 ജൂൺ വരെ നിങ്ങളുടെ 3-ാം ഭാവമായ മീനത്തിലാണ് ശനി. 3-ലെ ശനി മകരക്കൂറുകാർക്ക് വലിയ വിജയവും ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. തുടർന്ന് 4-ാം ഭാവമായ മേടത്തിലേക്കും 5-ാം ഭാവമായ ഇടവത്തിലേക്കും രാശികൾ മാറുന്നുണ്ട്. വ്യാഴം 2026 ജൂൺ 2 മുതൽ കർക്കിടകം രാശിയിലാണ്, അതായത് നിങ്ങളുടെ 7-ാം ഭാവത്തിൽ. പിന്നീട് ചിങ്ങൻ രാശിയിലേക്കും കന്നി രാശിയിലേക്കും തുലാം രാശിയിലേക്കും വൃശ്ചികൻ രാശിയിലേക്കും ഒക്കെ രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ 2030-നിടയ്ക്ക്. രാഹുകേതുക്കൾ 2026 ഡിസംബർ 5 മുതൽ ജന്മരാശിയായ മകരത്തിലും കേതു 7-ാം ഭാവമായ കർക്കിടകത്തിലേക്കും വരുന്നുണ്ട്. തുടർന്ന് 12-ാം ഭാവത്തിലേക്ക് രാഹുവും 6-ാം ഭാവത്തിലേക്ക് കേതുവും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതികൾ വർഷമൊക്കെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് നാം നോക്കാൻ പോകുന്നത്. 2026 ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. 7-ലെ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇത് മകരക്കൂറുകാർക്ക് വലിയ ആശ്വാസമാകുന്നതാണ്. വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ലാഭമൊക്കെ ഈ 2026 വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നതാണ്. ഈ വർഷം മുഴുവൻ ശനി നിങ്ങളുടെ 3-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ശത്രുവിന്മേൽ വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. എന്ത് കാര്യത്തിനും ഒരു ധൈര്യമൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ തീരുമാനങ്ങളിലെ വിജയം ഒക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസംബർ 5 രാഹു ജന്മരാശിയിലേക്കും കേതു 7-ാം ഭാവത്തിലേക്കും വരുന്നത് പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കേണ്ടതാണ്. ഇനി 2027 വർഷം നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. ജൂൺ മാസം വരെ ശനി നിങ്ങളുടെ 3-ാം ഭാവമായ മീനത്തിൽ തുടരുന്നതിനാൽ വർഷത്തിൻ്റെ ആദ്യ പകുതി കാര്യസാധ്യത്തിനൊക്കെ ഉത്തമമാണ്. ജൂണിന് ശേഷം ശനി മേടൻ രാശിയിലേക്ക് സന്ധിമാറ്റം നടത്താൻ തുടങ്ങുന്നതാണ്. വ്യാഴം ഈ വർഷം കർക്കിടകത്തിലും ചിങ്ങത്തിലുമായിട്ട് മാറി മാറി നിൽക്കുകയായിരിക്കും. വ്യാഴം 8-ാം ഭാവമായ ചിങ്ങത്തിൽ നിൽക്കുന്ന സമയങ്ങളിൽ അനാവശ്യമായ ചിലവുകളും വരാൻ സാധ്യതയുണ്ട്. കരിയറിലൊക്കെ ചെറിയ സ്ഥാനചലനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലിഭാരമോ ഒക്കെ വരാമെങ്കിലും ശനിയുടെ മുൻകാല ബലം നിങ്ങളെ തുണയ്ക്കുന്നതാണ്. വിവേകത്തോടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ടതുമാണ് ഈ സമയത്ത്. 2028 ഫെബ്രുവരി മുതൽ ശനി നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാൻ 2028 ജൂലൈയോടെ വ്യാഴം നിങ്ങളുടെ 9-ാം ഭാവമായ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. 9-ലെ വ്യാഴം ഭാഗ്യവ്യാഴം ആണ്. പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ ഒക്കെ സഹായങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് മികച്ച അവസരങ്ങൾ തന്നെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. 2028 ജൂൺ 23-ന് രാഹു 12-ാം ഭാവമായ ധനുവിലേക്കൊക്കെ മാറുന്നതോടെ വിദേശയാത്രയ്ക്കൊക്കെ എന്തെങ്കിലും തടസ്സമൊക്കെ ഇതുവരെയൊക്കെ നേരിട്ടിരുന്നവരാണെങ്കിൽ ആ തടസ്സമൊക്കെ മാറുകയും വിദേശത്തെ പുതിയ തൊഴിൽ ലഭിക്കാനൊക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുകയും ചെയ്യുന്നതാണ്. ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്
അനുകൂലമായ സമയമാണ് 2028. 2029 മാർച്ച് മാസത്തോടെ വ്യാഴം നിങ്ങളുടെ 10-ാം ഭാവമായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 10-ാം ഭാവം എന്നാൽ കർമ്മ സ്ഥാനമാണ്. 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് തൊഴിൽ നേട്ടങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പുതിയ ജോലി ലഭിക്കാനും നിലവിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനും ശമ്പള വർധനവും ഒക്കെ ഒരു യോഗമുണ്ട്. ബിസിനസ്സിലെ വലിയ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്നതാണ്. ഓഗസ്റ്റ് മാസം മുതൽ ശനി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കൊക്കെ രാശി മാറുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ ഒരു സാമ്പത്തിക ഭദ്രത ഈ വർഷം നിങ്ങൾക്ക് കൈവരുന്നതാണ്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകളൊക്കെ വരാമെങ്കിലും കാര്യങ്ങളൊക്കെ അനുകൂലമായി തീരുന്നതാണ്. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പ്രവചനത്തിൻ്റെ അവസാന വർഷമായ 2030 എത്തുമ്പോൾ മകരക്കൂറുകാരെ പൂർണ്ണമായ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കും. 2030 ഏപ്രിൽ മുതൽ ശനി നിങ്ങളുടെ 5-ാം ഭാവമായ ഇടവത്തിൽ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. അതിലും പ്രധാനമായി മെയ് മാസത്തോടെ വ്യാഴം നിങ്ങളുടെ 11-ാം ഭാവമായ വൃശ്ചികൻ രാശിയിലേക്ക് രാശി മാറി വരുന്നുണ്ട്. ലാഭസ്ഥാനത്തെ വ്യാഴം നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. 11-ാം ഭാവം എന്നാൽ ലാഭസ്ഥാനമാണ്. അവിടെ വരുന്ന വ്യാഴം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നതാണ്. അതുപോലെ നിങ്ങളെവിടെയെങ്കിലും മുൻകാല നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും കഠിനാധ്വാനത്തിൽ നിന്നുമൊക്കെ വലിയ ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ നിങ്ങളുടെ പദവിയും മാനസിക സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കഷ്ടപ്പാടുകൾക്കെല്ലാം പ്രകൃതി തരുന്ന ഒരു മധുര ഫലമായിരിക്കും 2030 നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. മകരക്കൂറുകാർക്ക് 2026 മുതൽ 2030 വരെയുള്ള ഈ കാലഘട്ടം വലിയ മാറ്റങ്ങളുടെയും അതുപോലെ ഉയർച്ചയുടെയും ഒക്കെ സമയമാണ്. ശനിയുടെ 3-ാം ഭാവത്തിലെ സഞ്ചാരവും വരാനിരിക്കുന്ന ലാഭവ്യാഴവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്നതാണ്. എങ്കിലും ഗ്രഹപ്പിഴകളുടെയൊക്കെ ദോഷശമനത്തിനായി ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശനിദോഷ ശാന്തിക്കായിട്ടൊക്കെ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയോ ഒക്കെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ശാസ്താവിന് കഴിക്കുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ച തോറും ജപിക്കുകയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.